വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇത് രാവിലെ വെനസ്ഡേയിലെ വീഡിയോ ആണ്. ഞാനും ആരനും കൂടെ കാലിക്കട്ട് വരെ പോവാണ്. അപ്പോൾ രാവിലെ ഒരു 6:50 ആയപ്പോൾ ഞാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോ വന്നു, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ഞങ്ങൾ വന്ദേ ഭാരതിലാണ് കാലിക്കറ്റിന് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു വരികയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടുന്ന് 7:27 പറഞ്ഞ് കറക്റ്റ് സമയം തന്നെ നമുക്ക് ട്രെയിൻ വന്നു. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്. അപ്പം ഞങ്ങൾക്ക് നമ്മൾ 11:10 മുമ്പ് നമ്മളങ്ങ് ചെല്ലുമെന്നാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അന്നേരത്തേക്കിന് ചെല്ലാനും പറ്റും. പിന്നെ ഈവനിങ്ങിൽ അവിടെ നിന്ന് തിരിച്ചുണ്ട്. അപ്പം അതിന് നമുക്ക് തിരിച്ച് വരികയും വേണം. നമ്മൾ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് നോക്കാം. അപ്പം നോൺ വെജോ വെജോ എന്താണെന്നാണ് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പറയാം. അപ്പോൾ ഈ ഒരു കവറിനകത്ത് നമുക്ക് ഒരു സ്പൂണും ടിഷ്യൂ ആണുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയത് ഇടിയപ്പമാണ്. പിന്നെ അതിൻ്റെ അകത്ത് എന്താണ് കേസരിയുണ്ട്, റവ കേസരിയുണ്ട്. പിന്നെ കറി മുട്ടക്കറിയാണുള്ളത്. അപ്പം അതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയേക്കുന്നത്, മുട്ടക്കറി. അപ്പം കുഴപ്പമില്ലാഞ്ഞ ഫുഡായിരുന്നു രാവിലത്തേത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യാത്രയാണ് കേട്ടോ. പുറത്തോട്ട് നോക്കിയാൽ നല്ല രസമാണ്. വേറൊന്നുമല്ല, മഴയൊക്കെ പെയ്തിട്ട് കംപ്ലീറ്റ് പച്ചപ്പാണ് പുറത്തോട്ട് നോക്കിയാൽ. പക്ഷേ നമ്മുടെ ഈ ഗ്ലാസ്സിലെല്ലാം വെള്ളം വീണിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും ക്ലിയർ അല്ല നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും. അതുകൊണ്ടൊന്നും ഞാൻ അധികം എടുത്തേ ഇല്ല വീഡിയോ. പിന്നെ എന്നാലും ജസ്റ്റ് ഇങ്ങനെ കാണുന്നതൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എറണാകുളം ചെന്നു. അപ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. കാലിക്കറ്റിനല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെയിനിൽ പോയി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു 6-7 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. ഇതിപ്പം പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മളങ്ങ് ചെല്ലും. നല്ലൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. വന്ദേ ഭാരതിൽ എല്ലാവരും ഇങ്ങനെ വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും ഇങ്ങനെ വന്ദേ ഭാരത് യാത്ര ചെയ്യുന്നു. അന്നേരമൊക്കെ ഞങ്ങൾ വീട്ടിലും പറയുമായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, നമുക്കൊരു ദിവസം പോകണം, വന്ദേ ഭാരതിൽ പോകണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേങ്കിൽ നമുക്കിതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പോകാനായിട്ട്. പിന്നെ ഒന്നാമത് ടിക്കറ്റ് റേറ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇച്ചിരി നല്ലപോലെ ഉണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ അങ്ങനെ പോയി കളയുന്നത്, എന്നാലും എന്തെങ്കിലും കയറണം എന്നിങ്ങനെ ഓർക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് കാലിക്കറ്റ് വരെ പോകേണ്ട ഒരാവശ്യം വന്നത്. അപ്പോൾ പിന്നെ ഇതേ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചും സമയം ലാഭിക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ തന്നെ പോകാമെന്ന് വെച്ചത്. അപ്പോൾ ആരണ്ണം ശരിക്കും പറഞ്ഞാൽ ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസത്തെ ലീവ് മിസ്സിനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോകാനായിട്ട് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തത്. അപ്പം 2 ആഴ്ച മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, കാരണം നമുക്ക് സീറ്റ് കിട്ടാനേ ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും രാവിലെ ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡിയായി നിന്നപ്പോഴത്തേക്കിനുണ്ട് മെസ്സേജ് വന്നു, ഇതുപോലെ ഇവർക്ക് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് അവധിയാണ്. കാരണം വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് എല്ലായിടത്തും. ഇതിൻ്റെ അകത്തെ സീറ്റ് കുറച്ചൊക്കെ അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടുമാണ്. അപ്പോൾ അങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്ന പോലെയാണ് അങ്ങനെ സീറ്റ് വന്നേക്കുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് അടുത്ത സംഭവങ്ങൾ വന്നു. ഓട്സിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെന്താണ് കോഫി കുടിക്കാനുള്ള സംഭവങ്ങളെല്ലാം, ഷുഗർ, കോഫി പൗഡർ, അങ്ങനെ അതെല്ലാം വന്നിട്ടുണ്ട്. കൈ തുടയ്ക്കാൻ സാനിറ്റൈസർ ഒക്കെ എല്ലാം വന്നു. അപ്പം കോഫി അവർ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം തരത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് പൊടിയും പഞ്ചസാരയെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ കുടിച്ചോണം. അപ്പോൾ അങ്ങനെ സൺറൈസിൻ്റെ കോഫി പൗഡറായിരുന്നു തോന്നുന്നു, പക്ഷേ നല്ല കാപ്പിയായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ആരന് ഇതൊന്നും കുടിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ ഇച്ചിരി ഷുഗറും കൂടെ ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം നല്ല കാപ്പിയായിരുന്നു. ആരന് ഫുഡ് ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കാപ്പിയൊന്നും വേണ്ടാന്ന് പുള്ളി ആദ്യമേ പറഞ്ഞു, ഒരു കൂട്ടുന്നപ്പോഴേ പറഞ്ഞു ഒരെണ്ണം മതിയെന്ന്. അങ്ങനെ ഞാൻ കുടിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കണ്ടവരിൽ കൂടുതൽ ആൾക്കാരും ഇതിലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയവരാണെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രയോജനമാണ് നമുക്ക് ഇതിലുള്ള യാത്ര. പിന്നെ അതിലുപരി നമുക്ക് ട്രെയിനിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റേ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ആറ്റിലൊക്കെ വെള്ളമെല്ലാം നല്ല പോലെ കലങ്ങിയാണ് കിടക്കുന്ന, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് മറ്റേ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ശബ്ദമല്ലേ, ഇങ്ങനെ കുടുകുടാന്ന് പറഞ്ഞ് ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ഒന്നുമില്ല, നമ്മൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞ ഏകദേശം ഒരു ഫ്ലൈറ്റ് യാത്രയുടെ ഒരു സുഖം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നാൽ. അപ്പോൾ നല്ല സുഖമാണ് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്ദേ ഭാരതിൽ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഞാൻ എല്ലാവരും പോയി ഇങ്ങനെ ഭയങ്കര ഇതാന്നൊക്കെ പറയുമ്പോഴത്തേക്കിനൊക്കെ ഓർക്കുമായിരുന്നു, പക്ഷേ നമുക്കിപ്പോഴാണ് പോകാൻ പറ്റിയത്. അങ്ങനെ പിന്നെ കറക്റ്റ് സമയമാണ്, ഒട്ടും ലേറ്റും ഒന്നും അല്ല ട്രെയിൻ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് പിന്നെ എത്താനും പറ്റും. പിന്നെ ആ സമയം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരാനും കൂടെ നമ്മൾ റെഡി ആയാലും നമുക്ക് കറക്റ്റാണ് ഒരു ദിവസം കൊണ്ട് തന്നെ യാത്ര ചെയ്ത് വരാം. അല്ലാതെ നമുക്ക് മറ്റേ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് കാലിക്കട്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, അയ്യോ അതേലൊന്ന് പോകണമല്ലോ, എങ്ങനെയുണ്ട് യാത്ര, എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ട്രെയിനാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ചെന്നൈ ഒരു മെയിലോ അങ്ങനെ എങ്ങാണ്ടൊരു ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എന്ത് ബെഡും ഒക്കെ ആയിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടെന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ആ ട്രെയിന്. ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ അവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിനും എടുത്താണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ പലർക്ക് പലതാണ്. വെജ് പറയുന്നവർക്ക് പാലപ്പവും കടലക്കറിയും അങ്ങനെ ഒക്കെയുണ്ട്. അപ്പോൾ പല ഫുഡാണ് പലർക്ക് വരുന്നത്. നമ്മൾ നോൺ വെജ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മുട്ടക്കറിയായിട്ട് കിട്ടിയത്. അങ്ങനെ ഈ ഗ്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ഫുള്ള് വെള്ളമായതുകൊണ്ട് നമുക്ക് ഒട്ടും ക്ലിയർ അല്ല. ഞാൻ പറഞ്ഞ പോലെ പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് ഒട്ടും ക്ലിയർ അല്ല വീഡിയോ എടുക്കുന്നൊന്നും. എന്നാലും ഞാൻ പിന്നെ ഓരോ സ്ഥലങ്ങൾ ഓരോ സ്റ്റേഷൻ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ വെറുതെ എടുത്തെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉറങ്ങാനാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് അതിനകത്തിരുന്ന് ഉറങ്ങാൻ പറ്റും. നമുക്ക് ഒരു ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ചാരി ഇരിക്കാനായിട്ട് സീറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് പല സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ടുള്ള ഒരു യാത്രയാണിത്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് ഇതാ കറക്റ്റ് 11:03 ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ഒരു 1 അവറിലധികം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. 1 അവറിലധികം ഉണ്ട്. അപ്പോൾ ഇച്ചിരി നല്ല ദൂരെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് കാറിൽ പോവുകയാണ് ഞങ്ങൾ. അപ്പം ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തിരിഞ്ഞിടത്തെല്ലാം കുറേ കടകൾ അടുപ്പിച്ച് ഇതേപോലെ ഓട്ട് പാത്രങ്ങളാണ് കംപ്ലീറ്റ് കണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോഴത്തേക്കിന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റിൽ വരുമ്പോഴത്തേക്കിനും മിഠായി തെരുവിലൊക്കെ പോകണം. അതാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേങ്കിൽ പ്രാവശ്യം നമ്മളിങ്ങനെയാണ് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം കാലിക്കറ്റ് വരികയാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാനുള്ള സമയം ഒന്നുമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പോകാനും പറ്റത്തില്ല. പിന്നീട് ഒരിക്കൽ വന്ന് വേണം അവിടെ എല്ലാം കാണാനായിട്ട്. പിന്നെ കൂടുതലും ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതെല്ലാം ഒത്തിരി മാളുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടുക്കാറൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒത്തിരി മാളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വേറെ എവിടെയും പോകാനായിട്ടൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ ഇത് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഒരു പ്രദേശം മുഴുവൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അതായത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മഴയായിരുന്നതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മൾ പോകുന്നിടത്തല്ല. പിന്നെ 2 സൈഡിൽ ഇങ്ങനെ കലുങ്ക് പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വഴിയാന്ന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വഴി ഏതാ പിന്നെ ആറേതാന്ന് നമുക്കറിയാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. കാരണം അതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ. അതുപോലെ വെള്ളമാണ് ഇവിടെ എല്ലാം. കുറച്ച് ഭാഗമാണ് അത്രയും ഭാഗം വെള്ളം ഉണ്ടായിരുന്നത്. അത് എല്ലായിടവും വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആൾക്കാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഒത്തിരിയും പേര് ഫോട്ടോസ് എടുക്കാനും കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതൊരു രസമാണ്. പിന്നെ കണ്ട ഒരു ദയനീയമായ കാഴ്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴകൾ മുഴുവൻ പോയതാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റ്, നമുക്ക് കോട്ടയത്ത് കാറ്റുണ്ടായിരുന്ന പോലെ തന്നെ അവിടെയും ഭയങ്കര കാറ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാറ്റത്ത് വാഴ കൃഷികൾ ഒത്തിരി ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, അവിടെ എല്ലാം വെള്ളവും കയറിയിട്ട് കണ്ടമാനം വാഴയെല്ലാം ഒടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമൊക്കെ കൃഷിക്കാരെ സംബന്ധിച്ചൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഭയങ്കരമായിട്ട് വെള്ളം കയറിയ ഒരു സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ആറും വഴി എല്ലാം ഒരേപോലെ കടന്നത് കണ്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ പോയത്. നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇവിടെയൊക്കെ വാഴകളെല്ലാം നശിച്ച് കിടക്കുകയാണ്.
അതുകൊണ്ട് ഇതെല്ലാം ഒരു പ്രദേശം മുഴുവൻ വാഴക്കൃഷിയായിരുന്നു, അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കർഷകർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് മുഴുവൻ പോയി. ഇപ്പം ഞങ്ങൾ 12:45 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 11:03 ഇറങ്ങിയതാണ്, 12:45 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് 4:27 ട്രെയിന്. അപ്പം ഞങ്ങൾക്ക് ഒരു 3 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾക്ക് തിരിച്ച് പോരുകയും വേണം. ഇത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് മാനാഞ്ചിറ സ്ക്വയറോ അങ്ങനെ എന്തോ സംഭവമാണിത്, കോഴിക്കോട്. അതിൻ്റെ അകത്ത് എന്തോ സ്കൂളുകാരുടെ ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്താണ് മിഠായി തെരുവെന്ന് പറഞ്ഞു. നമുക്ക് പോകാൻ സൗകര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് 4:27 തിരിച്ച് കോട്ടയത്തേക്ക് നമുക്ക് വന്ദേ ഭാരത് ഉള്ളത്. ഇപ്പം മണി 4:15 ഇനി കയറി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണെന്ന് നോക്കി നമ്മൾ അകത്ത് കയറണം. അതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. അങ്ങനെതാ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ വന്ദേ ഭാരത് വന്നു. 4:27 വന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിലെ ഒരു സിസ്റ്റം പോലെയാണ്, നമുക്ക് ഫുഡ് വെക്കാനുള്ള ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ ഇതാ നമുക്ക് സ്നാക്സും കോഫിയും ഒക്കെ ഉണ്ട്. പിന്നെ ഈവനിങ്ങിൽ അപ്പം എന്തോ ഒരു മിച്ചർ പോലെ ഒരു മലര് പോലത്തെ ഒരു സംഭവം. പിന്നെ ഉഴുന്നുവട. എനിക്ക് ഉഴുന്നുവടയായിരുന്നു, ആരണ് ഏത്തക്കാപ്പമായിരുന്നു. പിന്നെ ആരണ് ഇതൊന്നും വേണ്ട, അതുകൊണ്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ പിന്നെ നല്ല ചൂട് ഏത്തക്കാപ്പമായിരുന്നു. അപ്പം ഞാൻ എന്നെ അടുത്ത് പകുതി ഏത്തക്കാപ്പ അവൻ കഴിച്ചു. പിന്നെ കടലമുട്ടായി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും വെള്ളമുണ്ട്, നല്ലപോലെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കലക്കൽ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പച്ചപ്പാണ് ഭയങ്കര ഇഷ്ടം, രസമാണ് കാണാനായിട്ട്. പക്ഷേ നമുക്ക് ഒത്തിരി ക്ലിയറായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ് മുഴുവൻ ഇങ്ങനെ ഇതാണ്, പിന്നെ ഗ്ലെയറും അടിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എറണാകുളം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡിന്നർ കിട്ടിയത്. ചോറ് വൈകിട്ടത്തെ ഡിന്നർ തീരെ പോരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് കറക്റ്റ് 8:15 ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ വന്ദേ ഭാരത് യാത്ര കഴിഞ്ഞ് ഞങ്ങളെത്തി. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.